കൊല്ലത്തെ കലോത്സവം ഹരിത കലോത്സവമാക്കി മാറ്റാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് സംഘാടകർ. പ്രധാന വേദിയായ ആശ്രാമത്തെ മാലിന്യങ്ങൾ അത്രയും നീക്കി ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ഒരുക്കുന്ന വേറിട്ട പവലിയനും കലോത്സവത്തിൽ ശ്രദ്ധയാകർഷിക്കുമെന്നുറപ്പാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയായ ആശ്രാമം മൈതാനത്തെ മാലിന്യങ്ങൾ അത്രയും പടിക്ക് പുറത്തായി കഴിഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികളും ഹരിതകർമ്മസേനാംഗങ്ങളും കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികളും സന്നദ്ധ സംഘടനകളും ജനപ്രതിനിധികളും ശുചിത്വ മിഷൻ അംഗങ്ങളും എല്ലാം ചേർന്ന് ശുചീകരണ യജ്ഞത്തിലൂടെയാണ് 54 ഏക്കർ മൈതാനത്തെ മാലിന്യങ്ങളെല്ലാം നീക്കിയത്. മന്ത്രി വി ശിവൻകുട്ടി മാലിന്യക്കൂട മേയർ പ്രസന്ന ഏണസ്റ്റിന് കൈമാറിയായിരുന്നു ഉദ്ഘാടനം. മാലിന്യ നിർമ്മാർജ്ജനം മാത്രമല്ല, വേദികളിലെ കുടിവെള്ളത്തിനുള്ള പ്ലാസ്റ്റിക് ജാറുകളും നീക്കി. പകരം പാലക്കാട്ട് നിർമ്മിച്ച നല്ല ഒന്നാന്തരം മൺകൂജയിൽ നിറയുന്ന തണുത്ത വെള്ളം മൺഗ്ലാസുകളിലേക്ക് പകർന്നെടുത്ത് കുടിക്കാം. വെൽഫെയർ കമ്മിറ്റിയാണ് ഇതിന് പിന്നിൽ. ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ഒരുക്കുന്ന ഈ മുളങ്കുടിലും ഹരിത കലോത്സവത്തിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതാണ്. ശുചിത്വ മിഷനുമായി ചേർന്നാണ് നഗരസഭാ കൗൺസിലർ യു പവിത്രയുടെ നേതൃത്വത്തിലുള്ള ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ഇത്തരത്തിലൊരു വേറിട്ട സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത്. ഹരിതചട്ടം എന്താണെന്നും ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങളും ട്രാഫിക് ബോധവൽക്കരണവുമൊക്കെ ചേർത്ത ആശയങ്ങളുമാണ് ഇവിടെ പങ്കുവയ്ക്കുക. പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കാൻ കുടിലിനു മുന്നിൽ ഒരുക്കിയിട്ടുള്ള ഈറക്കുപ്പിയും ശ്രദ്ധേയമാണ്. അമൃത ന്യൂസ്, കൊല്ലം.